നമുക്കതിലേ ടീച്ചറെ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യനുകളല്ലേ പറഞ്ഞു നിർത്തിയത് ബാക്കിലത്തെ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് വരെയല്ലേ പറഞ്ഞു നിർത്തിയത് പോയിന്റുകള്. റോൾസ് പ്ലേഡ് ബൈ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഇൻ ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്, പാരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും. അതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് പ്രൊവൈഡിങ് വാം ആൻഡ് നോട്ട് അയച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ട് അയച്ചിട്ടില്ലേ? ഇല്ല, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് വരെ എഴുതിയിട്ടുള്ളൂ. ഇതിന്ന് അയക്കും എന്ന് പറയേണ്ടത് ഇന്ന് അയക്കും കേട്ടാ. പ്രൊവൈഡിങ് വാം ആൻഡ് കൺവീനിയന്റ് എൻവയോൺമെന്റ്. അതായത് പ്രൊവൈഡിങ് വാം ആൻഡ് കൺവീനിയന്റ് എൻവയോൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്നേഹോഷ്മളമായ ജീവിക്കാൻ പറ്റിയ നല്ല ഒരു പരിതസ്ഥിതി ആയിരിക്കണം. പിന്നെ ഗിവിങ് ദം ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ്. അവർക്ക് ഓരോന്നൊക്കെ സ്വയം കണ്ടെത്താനും പരിശീലിക്കാനൊക്കെയുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. ടോക്കിംഗ് ടു ദം ആൻഡ് എൻകറേജിങ് ദം ടു ടോക്ക്. അവരോട് സംസാരിക്കണം, അവരെ സംസാരിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കണം, അവർക്ക് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കണം. അലൗവിങ് ദം ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് അറൗസിങ് ദെയർ ക്യൂരിയോസിറ്റി. അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവരെ അനുവദിക്കണം. അങ്ങനെ അവരിലുള്ള ആകാംക്ഷ, അറിയാനുള്ള ആകാംക്ഷ, അന്വേഷണത്വരാന്നൊക്കെ പറയും, അതൊക്കെ വർദ്ധിപ്പിക്കണം. ഇൻഡൾജിങ് ഇൻ ഡയലോഗ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് ദം. അവരോടെപ്പോഴും ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കുട്ടികളോട്. പ്രൊവൈഡിങ് ദം വിത്ത് എനി മെറ്റീരിയൽ സെറ്റിംഗ് എക്സ്പെക്റ്റേഷൻസ് അക്കോർഡിംഗ് ടു ദ ഏജ് ആൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ളത് ആയിരിക്കണം. ബീങ് സെൻസിറ്റീവ് ടു ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് ഓരോ വ്യക്തികളും വ്യത്യസ്തമാണെന്നുള്ളത് തിരിച്ചറിയണം നമ്മൾ. ഇനി അതിൽ മെയിനായിട്ട് 4 ക്വസ്റ്റ്യൻസ് വേറെ ടെർമിനൽ ക്വസ്റ്റ്യൻസ്. അതായത് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ്, ഒരു ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വേറെ തന്നിട്ടുണ്ട് 4. ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഈസ് ഇൻ്റർ റിലേറ്റഡ്. ഗിവ് ആൻ ഇല്ലുസ്ട്രേഷൻ ടു ക്ലാരിഫൈ ദിസ്. അതായത് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റിനായിട്ട് ബന്ധപ്പെട്ട കുറേ ഫാക്ടേഴ്സ് പഠിച്ചു. അത് ഓരോന്നും ഒന്ന് മറ്റൊന്നായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലേ, ഇൻ്റർ റിലേറ്റഡ് അല്ലേ. അതിന് ഉദാഹരണങ്ങൾ വയ്ക്കാനായിട്ട്, അതായത് ഇപ്പോൾ പ്രീനാറ്റൽ, പോസ്റ്റ് നാറ്റൽ എന്നൊക്കെ പറയുന്നതൊക്കെ ഏകദേശം സെയിം പോയിന്റുകൾ തന്നെയല്ല. മാതാവുമായിട്ട് കുറേ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ മാതാപിതാക്കളായിട്ട്, അധ്യാപകരായിട്ട്, അതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്നത്. Recall your childhood experience. Write any 2 experience which according to have affected your growth and development. നമ്മളുടെ ഏതെങ്കിലും കുട്ടിക്കാലത്തെ അനുഭവം അതൊന്ന് ഓർത്ത് ആ ഒരു അനുഭവം എഴുതുക. എന്നിട്ട് അത് നമ്മളുടെ വളർച്ചയെയും വികസനത്തെയും എന്തെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം. പിന്നെ രമി lives in a small village. There is a lot of space around our house to play. റെനീസ് പാരൻസ് ഡു നോട്ട് അലോ ഹെർ ടു പ്ലേ. അതായത് ചെറിയൊരു ഗ്രാമത്തിലാണ് രമി ജീവിച്ചിരുന്നത്. പക്ഷേ ഗ്രാമത്തിൽ അവൾ ജീവിക്കുന്ന വീടിന് ചുറ്റുപാടുമായിട്ട് ഒരുപാട് കളിക്കാനുള്ള കളിസ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവളുടെ മാതാപിതാക്കൾ അവളെ കളിക്കാനായിട്ട് അനുവദിച്ചിരുന്നില്ല. അക്കോർഡിംഗ് ടു യു, ഹൗ വിൽ ദിസ് അഫക്റ്റഡ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതെങ്ങനെയാണ് അവളുടെ വളർച്ചയും വികസനത്തെയും? നമ്മൾ പറഞ്ഞില്ലേ പ്ലേയിങ്സ്, കളിസ്ഥലം എന്നിട്ടുള്ള പോയിന്റുകൾ എഴുതിയിട്ടില്ലേ, അതാണ് എഴുതേണ്ടത്. Describe any 2 sex stereotyping roles which affect children's growth and development. അതായത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വേർതിരിവ് കൊടുക്കുന്നത്, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ. അതായത് ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിൽ കുട്ടികളുടെ വളർച്ചയെ, പഠനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സൗകര്യങ്ങൾ പെൺകുട്ടികൾക്ക് എതിരായിട്ട്, സെക്സ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അതായത് സ്ത്രീകളെ വേർതിരിക്കുന്ന തരത്തിലുള്ള
പ്രവർത്തികൾ അതിനെക്കുറിച്ച് പറയാനാണ് പറയുന്നത് കേട്ടോ. അത് കുട്ടികളുടെ വളർച്ചയെയും വികസനത്തെയും എങ്ങനെ ബാധിക്കുന്നു. ഇനി അതിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം. ഇതിലെ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 3, 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വികസനത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചയും വികസനത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും കൂടി വേറിട്ട് എന്താ പറയുക, അത് മാത്രമായിട്ട് നമ്മൾ എടുത്ത് പറയുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ 3 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ഒരു ജീവിതം ആരംഭിക്കുന്ന ആ ഒരു കാലഘട്ടം തൊട്ടുണ്ട് കേട്ടോ. ഹൗ ലൈഫ് ബിഗിൻസ്, എങ്ങനെയാണ് ഒരു ജീവിതം ആരംഭിക്കുന്നത്. അതായത് ഒരു കൊച്ചു കുട്ടി പിറന്ന ഉടനെ, ഒരു കുഞ്ഞ് പിറന്നാൽ നമ്മുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ റിലേഷനിലോ ഒക്കെ കുഞ്ഞ് പിറന്നു എന്ന് കേട്ട് കഴിഞ്ഞ ഉടനെ, അതായത് പുതിയൊരു അംഗം നമ്മുടെ സമൂഹത്തിലേക്ക് അങ്ങനെ നമ്മളായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാണ്. അപ്പോൾ എല്ലാവരും പോയി കുട്ടിയെ കാണും, ആ ഒരു സന്തോഷത്തിനായിട്ട് ഒരുപാട് സമ്മാനങ്ങളും ഇതൊക്കെ കൊടുക്കും. അപ്പോൾ എന്താണ് ഒരു പുതിയ ഒരു ജീവൻ എന്ന് പറയുന്നത്, എവിടെ നിന്നാണ് ആ കുഞ്ഞിൻ്റെ ജീവിതം തുടങ്ങുന്നത്. കുട്ടിയുടെ ജീവിതം തുടങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നമുക്കറിയാം, ഒരു ജീവൻ ഉണ്ടാകുന്നത്, ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഉടലെടുക്കുന്നത് എങ്ങനെ, അമ്മയുടെ ഉദരത്തിലാണ് അല്ലേ. അമ്മയുടെ ഉദരത്തിൽ അത് ഒരു ഭ്രൂണാവസ്ഥ എന്നാണ് നമ്മൾ അതിനെ പറയുക, എംബ്രിയോ എന്നാണ് പറയുക. അപ്പം അത് എങ്ങനെയാണ് അതുണ്ടാവുന്നത്, അതായത് അതിൻ്റെ 3 സ്റ്റേജ് ആയിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിലാദ്യത്തേത് പീരീഡ് ഓഫ് ഓവം എന്ന് പറയും. ഓവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടം. ആ അമ്മയുടെ ഇപ്പം നമുക്കറിയാം, നമ്മൾ മന്ത്ലി സ്ത്രീകൾക്കൊക്കെ ഉള്ളതാണ് ഓരോ അണ്ടം ഉണ്ടാവുന്നത്. അതിൽ ഒരു സെല്ലാണ്, നമുക്ക് അതിപ്പോൾ എന്താ പറയുക, ഒരു കോശമാണത് ശരിക്കും അത് ഉണ്ടാവുന്നത്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. ആ ഒരു അവസ്ഥയിൽ കുറേ ഉണ്ടാവുന്നുണ്ട്. അതായത് അത് ആ ഒരു അണ്ടാശയത്തിൽ അത് കുറേ ഉണ്ടാവുന്നുണ്ട് ഒരു സ്ത്രീയുടെ ശരിക്കും. അത് ഗർഭാശയ നാളിയിലൂടെയാണ് ഗർഭാശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിലൂടെ എത്തുമ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേക, അതിനൊക്കെ ഒരു പ്രത്യേക പീരീഡ് ഉണ്ട്. ആ ഒരു സമയത്താണ് അത് എന്താ പറയുക, അച്ഛൻ്റെ ഇതുമായിട്ട് യോജിക്കുമ്പോഴാണ് അത് വളരാനായിട്ട് തുടങ്ങുന്നത്. ഒരു ജീവൻ്റെ തുടിപ്പ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് എപ്പോഴാണോ പറയുക, ഒരുപാട് ഇപ്പോൾ പാരൻസിൻ്റെ ഇപ്പോൾ പുരുഷന്മാരുടെ എന്ന് പറയുന്നത് നമ്മൾ ശുക്ലം എന്നാണ് പറയുക. അത് ഒരുപാടുണ്ടായിരിക്കും, പക്ഷെ അതിലേതെങ്കിലും ഒന്നുമായിട്ട്, ചിലപ്പോൾ 2മായിട്ടും, നിങ്ങൾ കേട്ടില്ലേ പേരട്ട കുട്ടികൾ, 3 കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഒന്നിലധികം, അതായത് 5 കുട്ടികൾ 6 കുട്ടികൾ വരെ ഉണ്ടായിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു വെച്ചാൽ നോർമൽ സ്റ്റേജിൽ അത് ഒരെണ്ണമായിട്ടാണ് ശരിക്കും യോജിക്കുള്ളൂ. അങ്ങനെ ഒരു കുട്ടിയൊക്കെയാണ് നോർമൽ ഡെലിവറി ആയിട്ട് നമ്മൾ പറയുന്നത്. മറ്റേതൊക്കെ അങ്ങനെ എന്താ പറയുക, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് യോജിച്ചെത്തുമ്പോൾ ആ യോജിക്കുന്ന സമയത്ത് തന്നെ പ്ലാസൻ്റ രൂപീകരിക്കുന്ന, അതായത് അമ്മയും കുഞ്ഞുമായിട്ട് യോജിപ്പിക്കുന്ന, അതായത് ആ ഒരു ഗർഭാശയത്തിൽ കുഞ്ഞ് വളരാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കുഞ്ഞിന് വേണ്ട ഭക്ഷണം അങ്ങനെ കാര്യങ്ങളൊക്കെ അമ്മയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനാവശ്യമായ വളരാൻ വേണ്ട പോഷക ഘടകങ്ങൾ പ്ലാസൻ്റയിലൂടെയാണ് ലഭിക്കുന്നത്. ഇത് അമ്മയുടെ ഇതിൽ നിന്നാണ്, അമ്മയുടെ ബ്ലഡ് സർക്കുലേഷനിൽ നിന്നാണ് ഇത് കുഞ്ഞിലേക്ക് എത്തുന്നത്, പൊക്കിൾക്കൊടി വഴി പ്ലാസൻ്റയിലൂടെ എത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറയുന്നതാണ് എന്താ പറയുക, സെക്കൻഡ് വീക്ക്, 2 ആഴ്ചത്തെയാണ്. 2 ആഴ്ചത്തെ സമയം, ഒരു പീരീഡ് കഴിഞ്ഞ അതിൻ്റെ 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് 14 ദിവസത്തിനുള്ളിലാണ് ശരിക്കും ഗർഭധാരണത്തിന്
പറ്റുന്ന ആ ഒരു ടൈം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് യോജിക്കുമ്പോഴാണ് അവിടെ കുഞ്ഞിൻ്റെ ജീവൻ ഉടലെടുക്കുന്നതും ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇനി ആ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയം, 2 ആഴ്ച തൊട്ട് 8ാമത്തെ ആഴ്ച വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. പീരീഡ് ഓഫ് ദ എംബ്രിയോ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ ജീവൻ തുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 മാസത്തെ സമയം, അതാണ് ഭ്രൂണാവസ്ഥ എന്ന് പറയുന്നത്. ആ 2 മാസം തൊട്ട് 8 മാസം, 2 മാസം എന്ന് പറഞ്ഞാൽ 8 ആഴ്ച വരെയുള്ള സമയമാണ് ഭ്രൂണാവസ്ഥ. ഈ സമയത്താണ് കുഞ്ഞിൻ്റെ വളർച്ച, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള, അതായത് അമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നുകൊണ്ടുള്ള വളർച്ച ആരംഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം, ഫസ്റ്റ് ഒരു സെല്ലാണ്. ആ സെല്ലുകൾ ഇങ്ങനെ വളർന്ന് അത് എന്താ പറയുക, ഓരോ അവയവ വ്യവസ്ഥ രൂപപ്പെടുന്നതും അങ്ങനെ ആ വളർച്ചയുടെ ഘട്ടങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെല്ലുകൾ രൂപീകരിക്കുന്നു. ഏതൊക്കെ സെല്ലുകളാണ്? രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, മസിലുകൾ, ഇതൊക്കെയാണ് ആ സമയത്ത് ഉടലെടുക്കുന്നത്. പിന്നെ 8 ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും, അതായത് 2 മാസം കഴിഞ്ഞെത്തുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ഹൃദയത്തുടിപ്പ് ശരിക്കും ആരംഭിക്കുന്നുണ്ട്, ഹൃദയം ഇടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താണ് അവിടെ? ശ്വാസകോശം, ഹൃദയം, പിന്നെ ഉദരാശയം, തലച്ചോറ്, ബ്രെയിൻ, അതുപോലെ ഉദരാശയം, അതൊക്കെ രൂപം കൊള്ളുന്ന സമയമാണ് ആ 8ാമത്തെ ആഴ്ചയിൽ ശരിക്കും. പക്ഷെ അത് നമുക്കറിയാൻ, പുറമേക്ക് അങ്ങനെ അറിയാൻ തുടങ്ങില്ല കേട്ടോ. 2 മാസം ആകുമ്പോഴൊക്കെ അമ്മയ്ക്ക് പോലും കുഞ്ഞിൻ്റെ ചലനമോ അല്ലെങ്കിൽ അതൊന്നും അറിയാനായിട്ട് കഴിയുന്നതല്ല. പിന്നെ അതിന് ശേഷം ആ സമയത്ത് ജനനേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങും. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് 2ാമത്തെ സ്റ്റേജ്, പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് 3 സ്റ്റേജാണ് ശരിക്കും കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുന്നതിലുള്ളത്. അവസാനത്തെയാണ് ഗർഭപിണ്ഡം എന്ന് പറയും, പീരീഡ് ഓഫ് ദ ഫോറ്റസ് എന്ന് പറയുന്ന സ്റ്റേജ്. അതിൽ വളർച്ച തുടരുന്ന ഒരു ഘട്ടം, വീണ്ടും വളർന്നുകൊണ്ടിരിക്കും കുഞ്ഞ്. എല്ലാ അവയവങ്ങളും കൂടുതൽ ശക്തി ആർജിച്ച്, അതായത് വളർച്ച വളരെ പെട്ടെന്ന് വെയിറ്റൊക്കെ കൂടും. അമ്മയുടെ വെയിറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യത്തേതിൽ നിന്നും, അതായത് ഒരു മിനിമം ഒരു 45 കിലോ ഉള്ളൊരു ആള് ശരിക്കും എന്താ പറയുക 50, 55, 60ൻ്റെ ഒക്കെ അടുത്ത് പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന ഒരു സമയമാണ് അത് 5 മാസം കഴിഞ്ഞാൽ. അപ്പോൾ അമ്മയുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കുട്ടി അവിടെ വെയിറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 5 മാസം തൊട്ട് തന്നെ, പിന്നെ 5 മാസം തൊട്ട് കുഞ്ഞ് പ്രസവിക്കുന്ന വരെയുള്ളതാണ് ഈ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ നെഞ്ചിടിപ്പ്, ഇപ്പോൾ സ്കാനൊക്കെ ചെയ്യാൻ പോകണമെങ്കിൽ ഡോക്ടർമാരൊക്കെ അങ്ങനെ അവരത് വെക്കുമ്പോഴേക്കും ഒരു സാധനമുണ്ട്, കുട്ടിയുടെ നെഞ്ചിടിപ്പ് അറിയാനുള്ളൊരു ഉപകരണമുണ്ട്. അത് വെക്കുമ്പോഴേക്കും എന്താ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും. ഒരു തരം മെഷീനാണ്, കുട്ടിയുടെ നെഞ്ചിടിപ്പ് ഇട്ടിട്ടുണ്ടെന്നിട്ടൊക്കെ അങ്ങനെ കേൾക്കാൻ പറ്റും. പിന്നെ കുഞ്ഞിൻ്റെ അനക്കങ്ങളൊക്കെ അറിയാൻ തുടങ്ങും. 5 മാസം ആകുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കങ്ങൾ അറിയാം. അതായത് ആദ്യം അമ്മയ്ക്കാണ് അറിയുക, നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ പിന്നീട് നല്ല വളർച്ച എത്തുമ്പോൾ ശരിക്കും ആ വയറിൻ്റെ അവിടേക്ക് അങ്ങനെ മുളച്ച് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ സമയത്ത് കുട്ടി എന്തൊക്കെ ചെയ്യണമെന്ന് പറയണത്, ചിലപ്പോൾ കുട്ടി വിരലീമ്പിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. ചില ഇതിലൊക്കെ TV-യിലൊക്കെ കാണിക്കണാണില്ലേ കുഞ്ഞിങ്ങനെ കിടക്കുന്നത്, വിരലീമ്പി കിടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ കുട്ടി കോട്ടുവായിടും, കൈയൊക്കെ നീട്ടി വലിക്കും ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. അപ്പോഴൊക്കെയാണ് ഈ പുറത്തേക്കൊക്കെ ഇങ്ങനെ അമ്മയുടെ വയറിൻ്റെ പുറത്തേക്കൊക്കെ ഇങ്ങനെ മുഴകൾ. 8-9 മാസമൊക്കെ ആകുമ്പോൾ പിന്നെ ഏത് സമയവും, 9 മാസം കഴിഞ്ഞ് പിന്നെ ഏത് സമയവും പ്രസവിക്കാവുന്നതാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ യു മേ ലൈക്ക് ടു നോ ഹൗ ഡസ് ദ ന്യൂ ബോൺ ബേബി ഗെറ്റ്സ് നറിഷ്മെൻറ്റ്, എങ്ങനെയാണ് അതിൽ നമുക്ക് പ്രത്യേകം അറിയാനായിട്ടുള്ളത്, കുട്ടിക്ക് കിട്ടുന്ന ഭക്ഷണം ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അമ്മയുടെ പൊക്കിൾക്കൊടി, പ്ലാസൻ്റെ വഴിയാണ് കിട്ടുന്നത്. അവർക്ക് സ്വയമായിട്ട് ശ്വസിക്കാനോ സ്വയമായിട്ട് ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെയാണ് കുട്ടിക്ക് ആവശ്യമുള്ള ഓക്സിജനും ഭക്ഷണങ്ങളും ഒക്കെ അമ്മയുടെ ബ്ലഡ് സർക്കുലേഷൻ വഴി പ്ലാസൻ്റെ വഴിയാണ് എത്തുന്നത്. കുഞ്ഞ് ശരിക്കും പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യം വിച്ഛേദിക്കുന്നത് എന്താ? പൊക്കിൾക്കൊടിയാണ്. പിന്നെ കുഞ്ഞിന് സ്വയമായിട്ട് ഇതാക്കാനായിട്ടൊക്കെ
പറ്റും. അതിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ വശം തന്നെ കുട്ടി കരയണമെന്ന് പറയും. കരയുമ്പോഴാണ് കുട്ടിയുടെ ലങ്സ് ശ്വാസകോശം ശരിക്കും വികസിക്കുന്നത്. കരഞ്ഞില്ലെങ്കിലൊക്കെയാണ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയാണ് ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാകുന്നത്. കരഞ്ഞില്ലെങ്കിൽ ഡോക്ടർമാർ എങ്ങനെയെങ്കിലും തല്ലിയിട്ട് വരെ കരയിപ്പിക്കാൻ നോക്കും. അപ്പോഴാണ് ശരിക്കും ആ സമയത്ത് ഇത് ചെയ്യേണ്ടതാണ്. ആ വാവിട്ട് കരയുമ്പോഴാണ് ശ്വാസകോശത്തിലേക്ക് വായു എത്തുന്നതും വായു പുറന്തള്ളുന്നതുമായ ശ്വാസപ്രക്രിയ അവിടെ നടക്കുന്നത്. അപ്പം ഇത് ഒരു ഭാഗമാണ് കേട്ടോ. ഇനി എല്ലായിടത്തത് ഗർഭാവസ്ഥയിലുള്ള ശിശുവിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ശിശുവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണ് പ്രീനാറ്റൽ പീരീഡിൽ? പോഷകാഹാരം, പിന്നെ അമ്മയുടെ എന്താ പറയാ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ്, അതുപോലെ ചുറ്റുപാടുകൾ, അമ്മയുടെ ശരിക്കും അമ്മയുടെ ഹെൽത്ത്, പിന്നെ അമ്മയുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, പിന്നെ അമ്മ കഴിക്കുന്ന എന്താ പറയാ ന്യൂട്രീഷ്യസ് ഫുഡ്, അത് പോഷകാഹാരങ്ങള്, പിന്നെ ഒരു അമ്മ ശരിക്കും എന്താ പറയുക ഒരു സന്നദ്ധയായിരിക്കണം എന്ന് പറഞ്ഞില്ലേ ഒരു പോയിന്റില്, കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് മെച്ചേർഡ് ആയിരിക്കണം. അത് പറയുന്നുണ്ട്. പിന്നെ അമ്മ ഒരിക്കലും ഇങ്ങനെ മയക്കുമരുന്ന്, അങ്ങനത്തെ മദ്യം മയക്കുമരുന്ന് അതൊന്നും കഴിക്കാൻ പാടില്ല. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതുമായിട്ട് അത്തരത്തിലുള്ള ഇതോളൊക്കെ വരും. പിന്നെ എന്തൊക്കെയാ നമ്മളത് പറഞ്ഞിട്ടുള്ളത്? അമ്മയ്ക്കും നല്ല ഭക്ഷണവും നല്ല സ്നേഹവും, അതായത് അവരുടെ മെന്റൽ ടെൻഷനൊന്നും ശരിക്കും പാടില്ല, മാനസികമായ പിരിമുറുക്കങ്ങളൊന്നും പാടില്ല. അതൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. ഇനി ദ ബേബി അറ്റ് ബർത്ത്, ഇത് നമ്മൾ എന്താ പറയുക അവസ്ഥയിൽ പറഞ്ഞാണ്. ഇനി ബേബി അറ്റ് ബർത്ത്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴത്തെ സാധാരണ വെയിറ്റ് എന്ന് പറയുന്നത് 3 കിലോ ആണ്. കുഞ്ഞ് ജനിച്ച ഉടനെ കരയണം, നേരത്തെ പറഞ്ഞല്ലോ, എങ്കിലേ കുഞ്ഞിൻ്റെ ശ്വാസകോശം ശരിയായ രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കൂ. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കുട്ടി പരിതസ്ഥിതിയുമായിട്ട് ഇണങ്ങാൻ ശ്രമിക്കും. അതായത് അതുവരെ എന്താ ഉള്ളിൽ സുഖമായിട്ട് ഇങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കായിരുന്നു. അവിടെ എന്താ പറയുക ചൂട്, തണുപ്പ് അല്ലെങ്കിൽ പരിതസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും കുട്ടീനെ ബാധിക്കില്ല. നല്ല സുരക്ഷിതമായിട്ടാണ് 9 മാസം അത്രയുണ്ട് 10-14 ദിവസമൊക്കെ കുട്ടി കഴിയുന്നത്. പിന്നെ പുറമേക്ക് വരുമ്പോൾ അത് വായുവുമായിട്ടും പുറം ലോകവുമായിട്ടുള്ള ബന്ധമാണ് കുട്ടിക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കുറച്ച് സമയം എന്താ പറയുക കുഞ്ഞ് പരിതസ്ഥിതിയുമായിട്ട്, അതായത് നമ്മുടെ ഭൂമിയുമായിട്ട് പുറം ലോകവുമായിട്ട് ഇണങ്ങാനായിട്ട് കുറച്ച് സമയം പിടിക്കും. ജനിച്ച ഉടനെ അത് അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക ഒത്തിണങ്ങി പോവില്ല. അതിൻ്റെ ഫലമായിട്ട് എന്താ പറയുക ആ സമയത്ത് കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ കാണാം. ചില കുട്ടികൾ എപ്പോഴും പാലൊക്കെ ആദ്യം മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും കുറച്ച് നാളത്തേക്ക്. ആ പാൽ കുടിച്ച വശമൊക്കെ കുഞ്ഞു തേട്ടണ കാണാം. അങ്ങനെ പാലൊക്കെ പുറത്തേക്ക് ഇതാവും. പിന്നെ അതുപോലെ മോശം പോവാത്ത ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ കുറേ അതിൻ്റെ ശരീരത്തിലൊക്കെ ചിലപ്പോൾ നിറയെ അങ്ങനെ കുറേ കുരുക്കളൊക്കെ വരും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ, അതൊക്കെ പരിസ്ഥിതിയുമായിട്ട് യോജിക്കുന്ന എന്താ പറയുക ഒരു പ്രതിപ്രവർത്തനമാണ്. ആ ഒരു ചുറ്റുപാടുമായിട്ട് കുഞ്ഞിൻ്റെ ശരീരവും അല്ലാതും യോജിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് വരുന്ന അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് കുട്ടിക്ക് ഉണ്ടാകുന്നത്. പിന്നെ ചെറിയ തരത്തിലുള്ള ജലദോഷം അങ്ങനെയുള്ളതൊക്കെ കുട്ടികൾക്ക് ആ സമയത്ത് കാണുന്ന അസുഖങ്ങളാണ്. പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ജനിതക ഘടകങ്ങളാണ്. നമ്മൾ പറഞ്ഞത് യോജിക്കുന്നു. അപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും അത് യോജിക്കുമ്പോൾ അവിടെ വെച്ചാണ് ക്രോമസോമുകൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. 23 ജോഡി ക്രോമസോമുകൾ യോജിച്ച് ഉണ്ടാകുന്നു. അപ്പോൾ 23 ജോഡിയിൽ 25 ജോഡിയും സെയിം ആണ്. 23ാമത്തെ ജോഡിയിൽ XX
XY, അത് അച്ഛൻ്റേതിൽ നിന്നാണ് XY വരുന്നത്. അച്ഛൻ്റേതിൽ നിന്ന് XX തന്നെയാണ് വരുന്നതെങ്കിൽ അത് പെൺകുഞ്ഞായിരിക്കും, XY ആണ് വരുന്നതെങ്കിൽ ആൺകുഞ്ഞായിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യനുകൾ ഫസ്റ്റ് ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ആദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ദ ഫസ്റ്റ് 2 weeks ഓഫ് പ്രീനാറ്റൽ ഗ്രോത്ത്, ആദ്യത്തെ 2 ആഴ്ചയെ നമ്മൾ പറയുന്ന ഒരു പീരീഡ് എന്ന് പറയും. എന്ത് പീരീഡാണ് അത്? ഓവം എന്നാണ് പറയുക, അണ്ടാശയം. അണ്ടം രൂപീകരിച്ച് ഗർഭാശയത്തിലേക്ക് എത്തുന്ന ആ ഒരു 2 ആഴ്ചത്തെ ടൈമാണ് നമ്മുടെ പീരീഡ് ടൈം. സാധാരണ എന്താ മെൻസസ് പീരീഡ് ഒക്കെ പറയുന്ന ആ സമയമാണ് കേട്ടോ. ആ 2 ആഴ്ചയിലാണ് ശരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്? ഇപ്പോൾ 14 ദിവസത്തിനുള്ളിലാണ് ശുക്ലവുമായിട്ട് യോജിച്ചിട്ട് ഭ്രൂണം ഉണ്ടാകുന്നത്. ഫ്രം 8th week, പിന്നെ 8ാമത്തെ ആഴ്ച തൊട്ട്, ആഫ്റ്റർ കൺസെപ്ഷൻ 8ാമത്തെ ആഴ്ച തൊട്ട് ജനിക്കുന്നത് വരെയുള്ള പീരീഡിന് നമ്മൾ എന്താ പറയാ? 8ാമത്തെ ആഴ്ച തൊട്ട് ജനനം വരെയുള്ള പീരീഡിന് എന്താ പറയാ? 3 പീരീഡാ പറഞ്ഞ. ഫസ്റ്റത്തത് ഓവം, പിന്നെ 8 ആഴ്ച വരെയുള്ളതിന് എന്താ പറയാ? എംബ്രിയോ, ഭ്രൂണഘട്ടം എന്നാ പറയാ. അത് കഴിഞ്ഞാലുള്ളത് ഫോട്ടസ്, ഗർഭപിണ്ഡം. ആദ്യത്തേത് അണ്ടാശയ ആ പീരീഡ്, അണ്ടത്തിന്റെ പീരീഡാണ്. ആ ടൈമാണ് 2 ആഴ്ച. അത് കഴിഞ്ഞാൽ 2 ആഴ്ച തൊട്ട് 8 ആഴ്ച വരെയുള്ളതാണ് എംബ്രിയോ, ഭ്രൂണാവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 8 ആഴ്ച തൊട്ട് കുഞ്ഞ് ജനിക്കുന്ന വരെയുള്ള ഭാഗത്തിനെയാണ് ഗർഭപിണ്ഡം, ഫോട്ടസ് എന്ന് പറയുന്നത്. പിന്നെ ദ നോർമൽ വെയിറ്റ് ഓഫ് എ ഫുൾ ടേം ബേബി അറ്റ് ബർത്ത്, നോർമൽ ആയിട്ട് ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട വെയിറ്റ് എത്രയാണെന്ന് പറഞ്ഞത്? സാധാരണ നല്ല പൂർണ്ണ വളർച്ചയുള്ള ആരോഗ്യമുള്ള കുട്ടിയുടെ 3 കിലോ ആണ്, 3 കിലോഗ്രാം ആണ് വെയിറ്റ് വരേണ്ടത്. ദ ഫസ്റ്റ് ക്രൈ ഓഫ് ചൈൽഡ് ബർത്ത് ഹെൽപ്സ്, കുഞ്ഞ് ആദ്യം തന്നെ കരയണം എന്നാ പറയണത്. ജനിച്ച ഉടനെ ആ കരച്ചിൽ, എന്തിനാണ് കരയണം എന്ന് പറയണത്? അതായത് കരയുമ്പോൾ ചിരിക്കുന്ന ഒരു സമയം എന്നൊക്കെ പറയാറുണ്ട്. കുഞ്ഞ് കരയുമ്പോൾ ശരിക്കും അച്ഛനമ്മമാർക്ക് വിഷമായിരിക്കും. പക്ഷെ ജനിച്ച ഉടനെ കുഞ്ഞ് കരയുമ്പോഴാണ് എല്ലാവരും ചിരിക്കുന്നത്, ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ചിരിക്കുന്നത്. കാരണം അപ്പോൾ ശ്വാസകോശത്തിന് യാതൊരു കുഴപ്പമില്ല, നല്ല സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണെന്ന് അതാണ് തിരിച്ചറിയുന്നത് കേട്ടോ. അപ്പോൾ ദ ഫസ്റ്റ് ക്രൈ ഓഫ് ദ ചൈൽഡ് ബർത്ത് ഹെൽപ്സ് ദ ഡാഷ് ഓഫ് ദ ബേബി, എന്താണ്? ശ്വാസകോശം, ലങ്സ് ആണ് സ്റ്റാർട്ട് ഫങ്ഷൻസ്. അപ്പോഴാണ് ശ്വാസകോശം എന്താ പറയുക, സ്വയമായിട്ട് കുഞ്ഞ് ശ്വാസം എടുക്കാനായിട്ട് ആരംഭിക്കുന്നത്. ബർത്ത് ബിഗിൻസ് അബൌട്ട് 9 months ആഫ്റ്റർ ഡാഷ്. എപ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്നത്? 9 മാസം. എപ്പോ, എന്തിന് ശേഷം? അതിനെ നമ്മൾ എന്താ പറയാ? പ്രഗ്നൻസി എന്ന് പറയും. ഗർഭാവസ്ഥനെ പറയുന്നതാണ് പ്രഗ്നൻസി. ഇനി അടുത്ത അതിൽ അസൈൻമെന്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ഔട്ട് ഫ്രം ദ മദേഴ്സ് ഓഫ് നിയർ ബൈ മെറ്റേണിറ്റി ഹോം the weight of 10 newborn babies compare with the normal weight of a newborn baby. അതായത് ഇപ്പോൾ ഏതെങ്കിലും നഴ്സുമാർ ആരെങ്കിലും പരിചയമുള്ളവരൊക്കെ അടുത്തുണ്ടോ? മദർ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആസ്പത്രി എന്ന് പറയുമ്പോഴേ പേടിയാണ് അല്ലേ. അങ്ങനെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അതായത് അവിടെ ഇപ്പോൾ മദറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ ചന്ദ്രമതി അങ്ങനത്തെ ഹോസ്പിറ്റലിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴും 10 പ്രസവമൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം തന്നെ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ പ്രസവ കേസുകൾ കൂടുതലാണെന്നാണ് പറയുന്നത്, ഗർഭിണികളും ഇതൊക്കെ. അപ്പോൾ ഒരു 10 കുട്ടികളുടെ വെയിറ്റ് ഒന്ന് കണ്ടെത്തണം. കമ്പയർ വിത്ത് ദ നോർമൽ വെയിറ്റ്. ചിലപ്പോൾ എന്താ പറയുക, എല്ലാവരും 3 കിലോ തന്നെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് ഇപ്പോൾ എൻ്റെ മക്കൾ തന്നെ മോൻ 3,950 ഉണ്ടായിരുന്നു മോൻ ജനിച്ചപ്പോൾ. മോള് 3,650 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും 3 കിലോക്കാളും കൂടുതൽ. മോൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു 4 കിലോൻ്റെ അടുത്ത് 50 ഗ്രാം കുറവുണ്ടായിരുന്നുള്ളൂ 4 കിലോ.
4 കിലോ ഒക്കെ ആയവരൊക്കെ ശരിക്കും സിസേറിയൻ ചെയ്യുന്ന പറയാ. എൻ്റെ എന്നിട്ട് ആ ഡോക്ടറുടെ മിടുക്കൊണ്ടാണ് നോർമൽ ഡെലിവറി ആക്കിയത്. ശരിക്കും ഒരു 30-35 മണിക്കൂറോളം ഞാൻ പെയിൻ എടുത്ത് കിടന്നു ലേബർ റൂമിൽ. തലയും നല്ല വലുപ്പുണ്ടായിരുന്നു, കുട്ടി നല്ല വലുപ്പുണ്ടായിരുന്നേ. ശരിക്കും 90 എത്തിയ കുട്ടികളുടെ അത്രയും വലുപ്പുണ്ടായിരുന്നു പ്രസവിക്കുമ്പോഴേ തന്നെ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ. ശരിക്കും നമുക്ക് ശരിക്കും നല്ല നോർമൽ ഇതാവാനുള്ളത് 3 കിലോ ആണ് പറയുന്നത്. പക്ഷേ ഇതിനേക്കാൾ കുറഞ്ഞാലോ 2.5 കിലോ ഒന്നും കുഴപ്പമില്ല, 2.5 കിലോ വരെയൊക്കെ കുഴപ്പമില്ല. പക്ഷേ അതിലൊക്കെ താഴെയാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകം വേറെ എന്താ പറയുക ട്രിപ്പ് കയറ്റേണ്ടി വരും, അവരെ ലൈറ്റ് റൂമിൽ ഇടേണ്ടി വരും. അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരില്ല ഡോക്ടർമാർ. വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്താ അതും പ്രശ്നം. വെയിറ്റ് കുറയാനും പാടില്ല, കൂടാനും പാടില്ല അപ്പോൾ പ്രസവിക്കുന്ന സമയത്ത്. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്യാൻ, നോർമൽ വെയിറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ ഒരു 10 കുട്ടികളുടെ. അതിപ്പോൾ എന്താ പറയുക വേറെ അടുത്ത് ഇപ്പോൾ അമ്മയോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചേച്ചിക്കുണ്ടോ? ചേച്ചിയുണ്ട്. ഇതാണോ, മാരീഡ് ആണോ? അല്ല അല്ലേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ റിലേഷനിൽ? ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉള്ളവരുടെ ആയാലും മതി. അവരൊക്കെ ഇപ്പൊ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു 4-5 പിള്ളേരുടെ സംഘടിപ്പിക്കാൻ നോക്കാം. അപ്പൊ അവരുടെ ഒരു വെയിറ്റ് ജനിച്ച സമയത്ത് വെയിറ്റ് ഇപ്പൊ എൻ്റെ മോനിപ്പോൾ 23 വയസ്സായി, മോൾക്ക് 18 വയസ്സായി. എനിക്ക് ഓർമ്മയുണ്ട്, അമ്മമാർക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും കുഞ്ഞ് ജനിക്കുമ്പോഴത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ. അപ്പം അത് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മോളുടെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങളുടെയൊക്കെ വെയിറ്റ് ഓർമ്മയുണ്ടാവും. അതൊക്കെ എഴുതിയാലും മതി. ജനിക്കുമ്പോഴത്തെ വെയിറ്റ് ഒരു 10 ആളുടെ കിട്ടിയാൽ മതി നമുക്ക്. അത് 3 കിലോനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് കമ്പയർ ചെയ്യാം. അതാണ് ആ അസൈൻമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ അസൈൻമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളോടൊരു ടേബിൾ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് വന്നപ്പോൾ ടേബിൾ തയ്യാറാക്കുക, കുട്ടികളുടെ പേരെഴുതാ, വെയിറ്റ് എഴുതാ, നോർമൽ വെയിറ്റ് വേണ്ടത് 3 കിലോ ആണ്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്ത് വ്യത്യാസം അടുത്ത കോളത്തിൽ എഴുതാം. മനസ്സിലായ? നമ്മൾ ഓരോരുത്തരുടെ പേര് എഴുതാം. ഇപ്പോൾ നോക്കി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ടീച്ചറെ മക്കളെ പറഞ്ഞില്ലേ, അൻഷിത്ത് അവൻ്റെ പേര്. അപ്പോൾ അവൻ്റെ ജനിക്കുമ്പോഴത്തെ വെയിറ്റ് 3,950 ആയിരുന്നു. നോർമൽ വെയിറ്റ് വേണ്ടത് 3 ആണ്. അപ്പം എന്താ എബവ് ആണ്, കൂടുതലാണ്, 950 കൂടുതലാണ്. അതുപോലെ ഐശ്വര്യ 3,650 ആണ്. നോർമൽ വേണ്ടത് 3 ആണ്, 650 കൂടുതലാണ്. ഇനി വേറെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് എഴുതിയിട്ട് ചിലപ്പോൾ അതിന് 2,500 ആയിരിക്കും. അപ്പം 3 കിലോ ആണ് വേണ്ടത്, അപ്പം 500 ബിലോ ആണ്. മനസ്സിലായില്ലേ? അങ്ങനെ കമ്പയർ ചെയ്തൊരു 10 ആളുടെ എഴുതാം. അപ്പോൾ ഒരു 10 ആളുടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താ എഴുതേണ്ടത്? അതായത് നോർമൽ വെയിറ്റ് 3 ആണ്. അപ്പോൾ ഇത്രയും കുട്ടികളിൽ 5 പേർ അബവ് നോർമൽ വെയിറ്റും 5 പേർ ബിലോ നോർമൽ വെയിറ്റും ആണ് എന്നുള്ളത് എഴുതാം. അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെന്താ, ബിലോ ആയിട്ടുള്ളവർക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. എന്താ പറയുക, ദേ നീഡഡ് ട്രീറ്റ്മെൻറ്റ് ടു ശരിക്കും ഒരു ഫുൾ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ചൈൽഡിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് വരണമെങ്കിൽ ദേ നീഡഡ് ട്രീറ്റ്മെൻറ്റ്. അങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു പാരഗ്രാഫിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതുക. അപ്പോൾ ആ അസൈൻമെൻറ്റ് അത് കംപ്ലീറ്റ് ആയത്. അത് നമ്മൾ ടേബിൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വർക്ക്. പക്ഷെ ആ കളക്ട് ചെയ്ത ഇൻഫോർമേഷനിൽ നിന്ന് നമ്മൾ ഇത്രയും കുറച്ചൊരു 3-4-5 സെൻറ്റൻസിലൊരു വിവരങ്ങൾ നമ്മുടേതായിട്ടുള്ളൊരു സജഷൻ അല്ലെങ്കിൽ ഇതായിട്ട് ഒരു കൺക്ലൂഷനായിട്ട് എഴുതാൻ വേണം. അസൈൻമെന്റ് എഴുതുമ്പോഴേ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതണം. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതണം. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് താഴെ ടേബിൾ. എല്ലാ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ടീച്ചർ തന്നിട്ടില്ലേ? ഇല്ലേ, തന്നിട്ടില്ലേ എല്ലാ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ? ഏതിന്റെ? എന്ത് ഫസ്റ്റത്തെയൊക്കെ ഞാനന്ന് എഴുതിയല്ലോ, എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ എന്നിട്ട് ടീച്ചർ എന്നിട്ട് വേറെ എഴുതി അയച്ചെന്നില്ലേ മോളെ ക്വസ്റ്റ്യൻസ്? അതിൽ നോക്കിയാ 1, 2, 1, 3
നോക്കട്ടെ നോക്കട്ടെ. Make a table recording your height and weight. Attaining 5 children in your neighborhood and going to the high school. അതാണ് sir. വെയിറ്റ് ആൻഡ് ഹൈറ്റ് വെച്ചിട്ട് ടേബിൾ ഉണ്ടാക്കാനല്ലേ? 5 children your neighbor. ആ, നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് ഒരു 5 കുട്ടികളുടെ അതല്ല ഫസ്റ്റത്തെ അസൈൻമെന്റ്. ആ, അപ്പൊ അതൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ അതന്നെ മോൾക്ക് എഴുതി തന്നിട്ടുള്ളത് വരെയുള്ള എൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഓഫാക്കി.